കോടതിയല്ല ആര് പറഞ്ഞാലും കോതമംഗലം ചെറിയ പള്ളി വിട്ടുകൊടുക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് യാക്കോബായ സഭ വിശ്വാസികൾ. എന്തു വില കൊടുത്തും തങ്ങളുടെ പള്ളി സംരക്ഷിക്കുമെന്നും അവർ പറയുന്നു. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ചെറിയ പള്ളിയിൽ രാവിലെ പ്രാർത്ഥനയ്ക്കെത്തിയ ഓർത്തഡോക്സ് റമ്പാൻ തോമസ് പോളിനെതിരെ യാക്കോബായ വിശ്വാസികൾ പ്രതിരോധ മതിൽ തീർത്തു. അവസാനം പോലീസ് റമ്പാനെയും കൊണ്ട് കാറിൽ കടന്നു. റമ്പാൻ പമ്പ കടന്നെങ്കിലും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ വിശ്വാസികൾ തയ്യാറായില്ല. പോകരുതെന്ന ആഹ്വാനം സഭാ നേതൃത്വം മൈക്കിലൂടെ നൽകുകയും ചെയ്തു. അതോടെ കരുത്തരായ വിശ്വാസികൾ പള്ളിയിലും പരിസരത്തുമായി നിലയുറപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ റമ്പാൻ തോമസ് പോൾ വീണ്ടും എത്തി. അപ്പോഴും യാക്കോബായ വിശ്വാസികൾ ഭക്ഷണവും വെള്ളവും പോലും ഉപേക്ഷിച്ച് തടയാനായി കാത്തിരിക്കുകയായിരുന്നു. പോലീസിന് അവരെ ഒന്നും ചെയ്യാനായില്ല. പോലീസ് പൂർണ്ണമായി പരാജയപ്പെട്ടു. കാറിലെത്തിയ റമ്പാന് നിലത്ത് കാലുകുത്താൻ പോലും യാക്കോബായയുടെ കരുത്തന്മാർ അനുവദിച്ചില്ല. മണിക്കൂറുകളോളം റമ്പാൻ കാറിലിരിക്കേണ്ടി വന്നു. വിശ്വാസികളുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നതിനാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി കോടതി വിധി നടപ്പാക്കുക പോലീസിന് കഴിയുമായിരുന്നില്ല. കോടതി വിധിയുടെ പിൻബലത്തിൽ വിശ്വാസികളുടെ അവകാശം ഇല്ലാതാക്കാനാവില്ലെന്നും കോടതി പറഞ്ഞാൽ കേൾക്കാത്തവരാണ് വിശ്വാസികളെന്നും അവരെ തങ്ങളാണ് തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്നും തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാബ പറഞ്ഞു. എത്ര നാൾ വിശ്വാസികളെ ഇങ്ങനെ കൊണ്ടുപോകാനാകുമെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി ഉത്തരവ് പ്രകാരം പിറവം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ ഓർത്തഡോക്സ് വിശ്വാസികളെയും പുരോഹിതന്മാരെയും യാക്കോബായ സഭാ വിശ്വാസികൾ പറപറപ്പിച്ചിരുന്നു. പോലീസ് പള്ളിയിൽ പ്രവേശിക്കാതിരിക്കാൻ പള്ളിയുടെ ഗേറ്റ് പൂട്ടിയ ശേഷം കൂട്ടമണിയടിച്ച വിശ്വാസികളെ കൂട്ടിയാണ് അന്ന് യാക്കോബായ സഭ കരുത്തുകാട്ടിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ കരഞ്ഞലറി വിളിച്ചാണ് പള്ളിയിലേക്ക് പാഞ്ഞെത്തിയത്. വർഷങ്ങളായി തങ്ങൾ ആരാധന നടത്തുന്ന പള്ളി മറ്റാർക്കും വിട്ടു നൽകില്ലെന്നും 2000-ഓളം വിശ്വാസികൾ എവിടെ പോകുമെന്നും അവർ ചോദിച്ചപ്പോൾ വിധി നടപ്പാക്കാനെത്തിയ പോലീസിന് മറുപടി ഉണ്ടായില്ല. 2 മണിയോടെ എത്തിയ ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിയിൽ കടക്കാതിരിക്കാൻ ആത്മബലിക്ക് പോലും യാക്കോബായ വിശ്വാസികൾ തയ്യാറായി. പള്ളിയുടെ മുകളിൽ കയറി അവർ ഭീഷണി മുഴക്കി. അവസാനം അവരുടെ വിശ്വാസത്തിന്റെ കരുത്തിന് മുന്നിൽ പോലീസ് കീഴടങ്ങുകയായിരുന്നു. ആ നിലപാട് തന്നെയാണ് കോതമംഗലം ചെറിയ പള്ളിയിലും യാക്കോബായ വിശ്വാസികൾ സ്വീകരിക്കുന്നത്. തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കാലങ്ങളായി ആരാധന നടത്തി വന്നിരുന്ന പള്ളി ഒരു സുപ്രഭാതത്തിൽ കോടതി പറയുന്നത് കേട്ട് ആർക്കും കൈമാറാനാവില്ലെന്ന നിശ്ചയദാർഢ്യത്തിലാണവർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.